ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 1-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ എന്ന പാഠഭാഗം കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു ഇല്ലയോ. നമ്മുടെ പാരറ്റിൻ്റെ കുട്ടികളൊക്കെ മുട്ട വിരിഞ്ഞു പുറത്തു വന്നു. അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മളൊരു പാട്ട് പോലൊക്കെ നമ്മൾ പാടി. അങ്ങനെ പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ കയറി കാണുക. ഇനി നമുക്ക് പാർട്ട് 2 പാഠഭാഗങ്ങൾ നോക്കാവേ. അപ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ പോളി എന്ന് പറയുന്ന പാരറ്റിന് 3 മുട്ടകളായിരുന്നു. ആ 3 മുട്ടകളും വിരിഞ്ഞു 3 കുഞ്ഞ് പാരറ്റുകൾ പുറത്തു വന്നു. അവർ ശകലം വളർന്നു ഇല്ലയോ. മുട്ടയിൽ നിന്ന് വിരിഞ്ഞപ്പോഴുള്ള രൂപമാണോ ഇപ്പോൾ അവർക്ക്? അല്ല, കുറച്ചുകൂടെ വളർന്നു ഇല്ലയോ. അപ്പോൾ ഫസ്റ്റ് പാരറ്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് കുഞ്ഞ് പാരറ്റ് എന്താ പറയുന്നത്? ഐ ആം ജിൽ, ഞാൻ ജില്ലാണ്. സെക്കൻഡോ ഐ ആം ഡിൽ, ഞാൻ ഡില്ലാണ്. അപ്പോൾ തേർഡോ എന്ത് പറയുന്നു? തേർഡ് പാരറ്റ് എന്താ പറയുന്നത്? മൈ നെയിം ഈസ് റിൽ, എൻ്റെ പേര് റില്ലെന്നാണ്. അപ്പോൾ നോക്കിയേ, ഇവർക്ക് 3 പേർക്കും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അതെന്താണ് നമുക്ക് നോക്കിയാലോ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. നമ്മുടെ ഫസ്റ്റ് കുഞ്ഞി പാരറ്റായ ജില്ലിന് എന്താ പ്രത്യേകത? അവൻ എന്തുണ്ട്? ജിൽ ഹാസ് എ ബിഗ് ബീക്ക്, അവന് വലിയ ചുണ്ടുകളുണ്ട്. നോക്കി, ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. നമ്മുടെ കുഞ്ഞി പാരറ്റായ ഡില്ലിൻ്റെ പ്രത്യേകത എന്താ? അവന് നീളമുള്ള കാലുകളുണ്ട്. റിൽ ഹാസ് എ റെഡ് റിങ്. നോക്കിക്കേ, നമ്മുടെ തേർഡ് പാരറ്റായ റില്ലിൻ്റെ പ്രത്യേകത എന്താ? അവൻ എന്തുണ്ട്? അവൻ്റെ ആ കഴുത്തിൽ എന്തുണ്ട്? ഒരു റെഡ് റിങ്, ഒരു ചുമല വളയമുണ്ട്. അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇല്ലയോ. ജില്ലിൻ്റെ പ്രത്യേകത എന്താ? ജിൽ ഹാസ് എ ബിഗ് ബീക്ക്, ജില്ലിന് വലിയ ചുണ്ടുകളുണ്ട്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്, ഡില്ലിന് വലിയ കാലുകളുണ്ട്, നീളമുള്ള കാലുകളുണ്ട്. റിൽ ഹാസ് എ റെഡ് റിങ്, റില്ലിന് റെഡ് നിറത്തിലുള്ള ഒരു റിങ് ഉണ്ട്, ഒരു വളയം അവൻ്റെ കഴുത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ 3 പാരറ്റ് കുഞ്ഞുങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലായോ മക്കളെ? ഇനി നോക്കിക്കേ, അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. 1, 2, 3 ജിൽ, ഡിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ നോക്കിക്കേ, 1, 2, 3 എത്ര പേരുണ്ട്? അവർ 1, 2, 3 3 പേരുണ്ട് ഇല്ലയോ. ആരൊക്കെയാ? ജിൽ, ഡിൽ ആൻഡ് റിൽ. ജില്ലും ഡില്ലും റില്ലുമാണ്. അവരെന്ത് ചെയ്യുക? ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അവർ പറക്കുകയാണ്. എവിടെയാണ്? അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ അവരെങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞി പാരറ്റുകൾ അങ്ങനെ വട്ടം ചുറ്റി അങ്ങനെ പാട്ടുപാടി കളിക്കുകയാണല്ലോ. അപ്പോൾ നോക്കിയേ, ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ എറൗണ്ട്, റിൽ ഫ്ലൈസ് എവേ. ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ എറൗണ്ട്, അവരങ്ങനെ വട്ടം ചുറ്റി കളിച്ചുകൊണ്ടിരിക്കെ റിൽ ഫ്ലൈസ് എവേ. റില്ലെന്ന് പറയുന്ന തത്ത എന്താണ്? ദൂരേക്ക് പറന്നു പോയി. കളിച്ചുകൊണ്ടിരുന്ന റില്ല് പറന്ന് ദൂരേക്ക് പോയി. അവൻ എന്തു പറ്റി നോക്കിയേ, റിൽ ഫോൾസ് ഇൻ ടു എ ടിൻ, ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. റില്ല് എന്താണ്? റില്ല് മറിഞ്ഞ് എവിടേക്ക് വീണു? ഇൻ ടു എ ടിൻ, ഒരു ടിന്നിലേക്ക് മറിഞ്ഞു വീണു. അതിലെന്തായിരുന്നു? ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അതിലെന്തായിരുന്നു? ചുമന്ന നിറത്തിലുള്ള റെഡ് നിറം കണ്ടോ നിങ്ങൾ? റെഡ് നിറത്തിലുള്ള എന്താണ്? പെയിൻ്റ് ആയിരുന്നു. ആ മക്കളെ നോക്കിയേ, നമ്മുടെ റില്ലിന് എന്തു പറ്റി? റിൽ വാസ് ഗ്രീൻ, അവൻ എന്തായിരുന്നു? പച്ച നിറത്തിലുള്ള തത്തമ്മയായിരുന്നു ഇല്ലയോ. നൗ ഹീ ഈസ് റെഡ്, ഇപ്പം അവൻ്റെ നിറം എന്താ? നിങ്ങൾ നോക്കിയേ, റെഡ് പെയിൻറ്റിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പം അവൻ്റെ നിറം എന്താ? റെഡ് നിറത്തിലായി ഇല്ലയോ. നൗ ഹീ ഈസ് റെഡ്, ഇപ്പോൾ അവൻ ചുവന്ന നിറത്തിലായി. ഹീ വോക്സ് ഹോം, അവൻ്റെ വീട്ടിലേക്ക് നടന്നു. നോക്കിയേ, റിൽ വാസ് ഗ്രീൻ, റില്ല് പച്ച നിറത്തിലുള്ളതായിരുന്നു ഇല്ലയോ. അവൻ്റെ ഗ്രീൻ നിറത്തിലല്ലായിരുന്നു റില്ല് ഇരുന്നത്. നൗ ഹീ ഈസ് റെഡ്, അവൻ റെഡ് പെയിൻറ്റിൽ വീണപ്പോഴത്തേക്ക് എന്ത് നിറമായി? റെഡായി. ഹീ വോക്സ് ഹോം, അവൻ വീട്ടിലേക്ക് നടന്നു.
നോക്കിയേ, നമ്മുടെ റില്ല് അവൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ആരുണ്ടായിരുന്നു അവിടെ? അവൻ്റെ സഹോദരങ്ങളായ ജില്ലും ഡില്ലും അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നില്ലയോ? അങ്ങനെ റില്ല് വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ജില്ല് ചോദിക്കുന്നു, അവൻ്റെ സഹോദരനായ ജില്ല് ചോദിക്കുന്നു, ഹൂ ആർ യു? നീ ആരാണ്? ഹൂ ആർ യു? നീ ആരാണ്? അപ്പം നമ്മുടെ റില്ല് എന്ത് പറയും? ഐ ആം റിൽ, ഞാനൊരു പാവം റിൽ, ഞാൻ റില്ലാണ് എന്ന് പറയും. അപ്പം നമ്മുടെ അടുത്ത പാരറ്റ് എന്ത് ചോദിക്കും? നോ, റിൽ ഈസ് ഗ്രീൻ. ഇല്ലില്ല, ഞങ്ങളുടെ റില്ല് ഗ്രീൻ നിറത്തിലാണ്. നീ ഇങ്ങനല്ല ഞങ്ങളുടെ റില്ലിരിക്കുന്നതെന്ന് അവർ പരസ്പരം പറഞ്ഞു. ആരും റില്ലാണെന്ന് വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാ? അവൻ്റെ നിറം ഗ്രീനായിരുന്നു. റില്ലിൻ്റെ നിറം എന്തായിരുന്നു? ഗ്രീനായിരുന്നു, ഇല്ലയോ? ഇപ്പോഴെന്തായി? റെഡായി. അതുകൊണ്ടാണ് അവൻ്റെ സഹോദരങ്ങൾ ആരും അവനെ വിശ്വസിക്കാത്തത് കേട്ടോ. പാവം റില്ല്, ഇല്ലയോ? റിൽ ഈസ് സാഡ്, ഹി വാക്സ് അവേ. അവന് സങ്കടമായിപ്പോയി. അവൻ്റെ പേരൻസും അവൻ്റെ സഹോദരങ്ങളും ഒന്നും അവൻ പറഞ്ഞിട്ട് വിശ്വസിക്കാഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്തായി? സാഡായി, വളരെ വിഷമിച്ചു. റിൽ ഈസ് സാഡ്, അവന് വളരെ വിഷമം വന്നു. ഹി വാക്സ് അവേ, അവൻ ദൂരേക്ക് വീണ്ടും നടന്നു. അങ്ങനെ പാവം റിൽ അങ്ങനെ വിഷമിച്ച് നടന്നങ്ങനെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ പെയ്യുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അവിടെ മഴ തുടങ്ങി. അപ്പോൾ നമ്മുടെ പോളി മക്കളെ വിളിക്കുന്നു, കം ഇറ്റ് ഈസ് റെയിനിങ്, വരൂ ഇവിടെ മഴ പെയ്യുന്നു എന്ന് വിളിക്കുന്നു. അങ്ങനെ നോക്കിയേ, റിൽ മൈ ഡിയർ, ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ, നൗ റിൽ ഈസ് ഗ്രീൻ, ഓൾ ആർ ഹാപ്പി. നോക്കിയേ, നമ്മുടെ മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ റില്ലിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പെയിൻ്റ് എല്ലാം ഒലിച്ചു പോയി. അപ്പം അവരുടെ കൂട്ടുകാരും നമ്മുടെ റില്ലിൻ്റെ സഹോദരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, റിൽ മൈ ഡിയർ, നീ വീണ്ടും എത്തിയോ? അപ്പം നമ്മുടെ റില്ലിനും സന്തോഷമായി. അപ്പം റില്ല് സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ, ഞാൻ വീണ്ടും ഗ്രീനായി. നൗ റിൽ ഈസ് ഗ്രീൻ, ഓൾ ആർ ഹാപ്പി. അങ്ങനെ റില്ല് വീണ്ടും പച്ച നിറത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാവർക്കും സന്തോഷമായി, ഇല്ലയോ? എല്ലാവരും അവൻ്റെ കൂട്ടുകാരും പോളിയും അവരുടെ സഹോദരങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് വളരെയധികം സന്തോഷിച്ചു. ഓക്കെ, നമ്മുടെ പാഠഭാഗം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്, നമുക്കത് ചെയ്താലോ? ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒരു ആക്ടിവിറ്റി നോക്കിയേ. ക്യാൻ യു റൈറ്റ് ദ മിസ്സിങ് വേർഡ്സ്? ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള കുറേ വേർഡ്സുകൾ അവിടെ താഴെ ഒരു വലിയൊരു ബോക്സിൽ ഒരു വലിയൊരു തേനീച്ച അങ്ങനെ ചാരി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ ബോക്സിൽ നിന്ന് മിസ്സിങ് ആയ ലെറ്റേഴ്സ് നമുക്കിവിടെ കുഞ്ഞു തേനീച്ചകൾക്ക് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ വേർഡ് എന്താ? എഗെയിൻ, പാരറ്റ്, ഫ്ലൈ, നെക്സ്റ്റ്, ഓപ്പൺ, ഫ്രണ്ട്സ്, ഗ്രീന് തുടങ്ങിയൊക്കെ നമുക്ക് ഓരോ തേനീച്ചകളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇനി അവിടെ ചില തേനീച്ചകൾക്കൊന്നും വേർഡ്സുകളില്ല, നമുക്ക് ഇതിനകത്തൊന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ഏതാ? ലോങ് എന്ന വേർഡ് മിസ്സിങ് ആയിട്ടുണ്ട്, ഇല്ലയോ? ലോങ്, LONG, ലോങ് എന്ന വേർഡ് മിസ്സിങ് ആയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ വേർഡുകളുണ്ട്? ഫ്ലൈ ഉണ്ടോ? ഫ്ലൈ ഉണ്ട്. ഫ്ലൈ നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, സ്കൈ എന്ന വേർഡ് ഉണ്ട്, ഇല്ലയോ? SKY, സ്കൈ, ആകാശം എന്ന വേർഡ് മിസ്സിങ് ആയിട്ടുണ്ട്, എഴുതി കൊടുക്കണം മക്കൾ കേട്ടോ. പെയിൻറ്റ് എന്നുള്ള വേർഡ് ഉണ്ടോ? ഇല്ല, പെയിൻറ്റ് എഴുതി കൊടുക്കണം കേട്ടോ. പെയിൻറ്റ്, PAINT, പെയിൻറ്റ്. അപ്പം പെയിൻറ്റ് എന്നുള്ള വേർഡും മിസ്സിങ് ആണ്, അതും എഴുതി കൊടുക്കണം. പിന്നെ ഗ്രീന്, എഗെയിൻ ഒക്കെ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും കറക്റ്റായിട്ട് ലോങ്, സ്കൈ, പെയിൻറ്റ് എന്നീ 3 വേർഡുകളും മിസ്സിങ് ആയി പോയിട്ടുണ്ട്. ആ മിസ്സിങ് സ്ഥലത്ത് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാ മക്കൾക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.